ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 48ാമത്തെ ശ്ലോകം നോക്കാം. അദ്യാനേന മഹാവ്യാളോ യശോദാനന്ദസൂനുനാ ഹതോ വിതാ വയം ചാസ്മാദിതി ബാലാവ്രജേ ജഗോ. ഇപ്പോൾ കുട്ടികളെല്ലാം വീട്ടിലെത്തി. ഈ വത്സസ്ഥേയം എന്ന് പറയുന്ന ഈ ലീല ഭഗവാൻ നടത്തിയതൊന്നും കുട്ടികൾക്കൊന്നും ഓർമ്മയില്ല. അതിനു മുൻപ് ചെയ്ത അഘാസുരവധം മാത്രമാണ് കുട്ടികൾക്കുള്ളത്. തിരികെ വരുന്ന വഴി കൃഷ്ണൻ അത് കാട്ടിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എന്താ, ആ പെരുമ്പാമ്പിൻ്റെ തോൽ അവിടെ കിടന്നത് കാണിച്ചു കൊടുത്തിരിക്കുന്നു. കുട്ടികളൊക്കെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അന്നുള്ള വിശേഷം വീട്ടിൽ പങ്കുവയ്ക്കുക, വീട്ടിൽ പറയുക എന്നുള്ളത് കുട്ടികളുടെ ഒരു സ്വഭാവമാണ്. അതേപോലെ ഇവിടെയും കുട്ടികൾ വന്നിട്ട് പറയുകയാണ്, അദ്യ അനേന. അദ്യ എന്ന് പറഞ്ഞാൽ ഇന്ന്, അനേന ഈ കൃഷ്ണനുണ്ടല്ലോ, ഈ കൃഷ്ണനാൽ മഹാവ്യാള എന്ന് പറഞ്ഞാൽ വലിയ ഒരു പാമ്പ്, യശോദാനന്ദസൂനുന, യശോദയുടെയും നന്ദഗോപരുടെയും പുത്രനായിരിക്കുന്ന ഈ കൃഷ്ണനുണ്ടല്ലോ, കൃഷ്ണനാൽ ഇന്നേ വലിയൊരു പാമ്പ്, ഹതോവിത, ഹതഹ അവിത, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഹതോവിത. ഹതഹ എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടു, അവിത എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു. ആര്? വയം, ഞങ്ങളെ പക്ഷെ ഈ കൃഷ്ണൻ രക്ഷിക്കുകയും ചെയ്തു. ചാസ്മാദിതി, ച അസ്മാത് ഇതി, ഇങ്ങനെ മൂന്ന് വാക്കുകളാണ് അവിടെയുള്ളത്. വയം ച അവിത, ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തു. അതേസമയം മഹാവ്യാള ഹതഹ, ആ വലിയ പെരുമ്പാമ്പിനെ ഈ കൃഷ്ണനാൽ വധിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു. ആ കൃഷ്ണനാൽ തന്നെ ഞങ്ങൾ രക്ഷിക്കപ്പെടുകയും ചെയ്തു പാമ്പിൻ്റെ വായിൽ നിന്നും, അല്ലേ? ഇതി, ഇപ്രകാരം, ബാല കുട്ടികൾ, വ്രജേ ജഗു, വ്രജത്തിൽ, അതായത് അഗോകുലത്തിൽ വന്നിട്ട് അവരവരുടെ വീടുകളിൽ വന്നിട്ട് ജഗു പറഞ്ഞു. നോക്കൂ, ഇവിടെ യശോദ നന്ദസൂനുന എന്നാ പറഞ്ഞിരിക്കുന്നത്. യശോദാസൂനു അല്ലെങ്കിൽ നന്ദസൂനു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇവിടെ അങ്ങനെ പറയാൻ കാരണം, ചില കുട്ടികൾ പറഞ്ഞ ആ യശോദാമ്മയുടെ മോനില്ലേ കൃഷ്ണന്, ആ കൃഷ്ണൻ ഇന്ന് വലിയൊരു പാമ്പിനെ കൊന്നു കാട്ടിൽ വെച്ചിട്ട്. പക്ഷെ ആ പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട ഞങ്ങളെയൊക്കെ കൃഷ്ണൻ രക്ഷിക്കുകയും ചെയ്തു. ചിലർ പറഞ്ഞപ്പോഴോ, ആ നന്ദഗോപരില്ലേ, ആ നന്ദഗോപരുടെ മോൻ ആ കൃഷ്ണന് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞ ഒരു കാര്യം എടുത്തു പറയുമ്പോൾ കുട്ടികൾ എപ്രകാരമാണോ പറഞ്ഞത് അത് രണ്ടു ഭാവത്തിലും കൂടി ചേർത്തിട്ട് ഇവിടെ വ്യാസഭഗവാൻ പറഞ്ഞിരിക്കുകയാണ്. യശോദ നന്ദസൂനുന. നോക്കൂ, ഇവിടെ കുട്ടികൾക്ക് അപ്പോൾ ഏറ്റവും ഒടുവിൽ ഓർമ്മയുള്ള അന്നത്തെ ലീല എന്ന് പറയുന്നത് ആ അഘാസുരനെ കൊന്നതാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് ഇന്ന് ഓർത്ത് പറയാനുള്ളത്, കൃഷ്ണൻ ഇന്ന് വലിയൊരു പാമ്പിനെ കൊന്നു, ആ പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ, പക്ഷെ കൃഷ്ണനുണ്ടല്ലോ ഞങ്ങളെ വന്ന് രക്ഷിച്ചു. ഇത് ഈ കഥ ഇന്ന് ആ ഗോകുലത്തിലുള്ള ഓരോ കുട്ടികളും അവരവരുടെ വീടുകളിൽ പറഞ്ഞു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അദ്യാനേന മഹാവ്യാളോ യശോദാനന്ദസൂനുന ഹതോ വിതാ വയം ചാസ്മാദിതി ബാലാവ്രജേ ജഗു. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്യാനേന, അദ്യ അനേനയാണ് അകാരം, ശ്രദ്ധിക്കുക. അതുപോലെ ഹതോവിത, അവിടെ ഒകാരം നീട്ടിയെടുക്കണം, വിശ്ലേഷണമുണ്ട്. പിന്നെ ചാസ്മാദിതി, ചാസ്മാദ്, ച അസ്മാദ് ഇതിയാണ് അവിടെ, ചാസ്മാദ് അകാരം. അതുപോലെ ചാസ്മാദിതി,
ഇതി എന്നുള്ളതിൻ്റെ ഇകാരവും ശ്രദ്ധിക്കുക. ജഗുഹ് എന്നുള്ളിടത്ത് വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതുവരെ കേട്ടതൊക്കെയും ശ്രീശുക മഹർഷി ഇരുന്ന പരീക്ഷിത് മഹാരാജാവിനോട് ഭഗവാന്റെ ലീലകൾ ഓരോന്ന്, വത്സസ്തേയം എന്ന ലീല പറഞ്ഞപ്പോൾ ഇവിടെ വരെ പറഞ്ഞു നിർത്തി. ഇത്രയും വരെ ആയപ്പോൾ പരീക്ഷിത് മഹാരാജാവിനൊരു സംശയം. എന്താ? രാജോവാച ബ്രഹ്മൻ പരോദ്ഭവേ കൃഷ്ണേ ഇയാൻ പ്രേമാ കഥം ഭവേത് യോ ഭൂതപൂർവസ്തോകേഷു സ്വോദ്ഭവേഷു ഭവേഷ്വഭികഥ്യതാം. രാജോവാച, രാജാവ് പറഞ്ഞു. മഹാരാജാവിന് ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു സംശയം. ബ്രഹ്മൻ അല്ലയോ ബ്രാഹ്മണോത്തമ, ശ്രീശുക മഹർഷിയാണ് സംബോധന ചെയ്തത്. പരോദ്ഭവേ കൃഷ്ണേ, പരോദ്ഭവേ അന്യനിൽ നിന്നും ഉത്ഭവിച്ച കൃഷ്ണേ, കൃഷ്ണനിൽ ഇയാൻ പ്രേമാ കഥം ഭവേത്. ഇയാൻ എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം പ്രേമം അഥവാ സ്നേഹം. കഥം ഭവേത്, കഥം എന്നാൽ എങ്ങനെ, കഥം ഭവേത് എങ്ങനെയാണ് ഭവിക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടാകുന്നത്. യോ ഭൂതപൂർവസ്തോകേഷു യഹ അഭൂതപൂർവഃ തോകേഷു, ഇങ്ങനെ 3 വാക്കുകൾ വരുന്നതാണ്. യോ ഭൂതപൂർവസ്തോകേഷു, യഹ എന്ന് പറഞ്ഞാൽ യാതൊന്ന്, അഭൂതപൂർവഃ മുമ്പ് ഉണ്ടാകാത്തതാകുന്നു, തോകേഷു എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ, സ്വോദ്ഭവേഷു അപി കഥ്യതാം. സ്വോദ്ഭവേഷു അപി ആണ്, സ്വോദ്ഭവേഷു അപി. സ്വോദ്ഭവേഷു എന്ന് പറഞ്ഞാൽ തങ്ങളിൽ നിന്നുത്ഭവിച്ച, അപി എന്ന് പറഞ്ഞാൽ എങ്കിലും, കഥ്യതാം പറയണം, പറയപ്പെടണം. അതായത് ഇവിടെ മഹാരാജാവ് പറയുകയാണ്, അല്ലയോ ശ്രീശുക മഹർഷേ, തങ്ങളിൽ നിന്നുണ്ടായ കുട്ടിയല്ലാഞ്ഞിട്ടും തങ്ങളിൽ ഉണ്ടായ കുട്ടികളേക്കാൾ പ്രേമം ഈ കൃഷ്ണനോട് എങ്ങനെയാണ് ഈ ഗോപികോപന്മാർക്കുണ്ടായത്? അതൊന്ന് പറഞ്ഞു തരണേ. അങ്ങേക്ക് അറിയാത്തതായിട്ടൊന്നുമില്ലല്ലോ അല്ലയോ ശ്രീശുക മഹർഷേ. ഈ ലോകത്തിൽ ഏറ്റവും അത്യുത്തമ ഗുണശാലികളായിരുന്നാൽ പോലും, മറ്റുള്ളവരുടെ പുത്രന്മാരെക്കാൾ ഗുണഹീനന്മാരായിരുന്നാൽ പോലും തങ്ങളുടെ പുത്രന്മാരെ, സന്തതികളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. ഇവിടെ ആകട്ടെ സ്വപുത്രന്മാരൊന്നും ഗുണദോഷികളല്ല, അവരൊക്കെ കൃഷ്ണപ്രേമത്തിന് ഭാജനമായിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള സ്വപുത്രന്മാരെക്കാൾ കൂടുതലായി ഈ ഗോപീഗോപന്മാർ എന്തുകൊണ്ടാണ് കൃഷ്ണനെ ഇത്രമേൽ സ്നേഹിക്കുന്നത്? ഇത് ലോകത്ത് തീർത്തും സ്വാഭാവികമല്ലല്ലോ. അല്ലയോ ബ്രാഹ്മണോത്തമ, ഇത് എനിക്കൊന്ന് പറഞ്ഞു തരണേ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. രാജോവാച ബ്രഹ്മൻ പരോദ്ഭവേ കൃഷ്ണേ ഇയാൻ പ്രേമാ കഥം ഭവേത് യോ ഭൂതപൂർവസ്തോകേഷു സ്വോത്ഭവേഷ്വഭികഥ്യതാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് യോ ഭൂതപൂർവസ്തോകേഷു, യോ അഭൂതപൂർവസ്തോകേഷു ആണ് പദം പിരിക്കേണ്ട ഓകാരം
നീട്ടിയെടുത്താൽ മതിയാകും. അവിടെ വിശ്ലേഷണമുണ്ട്. അതേപോലെ സ്വോൽഭവേഷു അപി, സ്വോൽഭവേഷു അപിയാണ്. അതുകൊണ്ട് തന്നെ ശ്വ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് 50-ാമത്തെ ശ്ലോകമാണ്. ശ്രീശുക ഉവാച. ശ്രീശുക മഹർഷി മറുപടി പറഞ്ഞു തുടങ്ങുകയാണ്. എന്തുകൊണ്ടാണ് കൃഷ്ണനോട് എല്ലാവർക്കും ഇത്രയേറെ സ്നേഹം? സർവേഷാമപി ഭൂതാനാം നൃപ സ്വാത്മൈവ വല്ലഭ ഇതരേപത്യവിത്താദ്യാസ്തദ്വല്ലഭതയൈവ ഹീം. സർവേഷാമപി ഭൂതാനാം, സർവേഷാം, സർവേഷാം അപി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സർവേഷാം അപി. സർവേഷാം എന്ന് പറഞ്ഞാൽ സമസ്തങ്ങളായിട്ടുള്ള, ഭൂതാനാം ഭൂതങ്ങൾക്കും, അതായത് എല്ലാ ഭൂതങ്ങൾക്കും, നൃപ അല്ലയോ മഹാരാജാവേ, സ്വാത്മൈവ വല്ലഭ, സ്വാത്മ ഏവ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സ്വാത്മൈവ. സ്വാത്മ എന്ന് പറഞ്ഞാൽ അവരവരുടെ ആത്മാവ് തന്നെ, ഏവ എന്ന് പറഞ്ഞാൽ തന്നെ, അത് തന്നെ, വല്ലഭ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഭൂതങ്ങൾക്കും അവരവരുടെ ആത്മാവ് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ആ ഒരൊറ്റ വരിയിൽ തന്നെ എന്തുകൊണ്ടാണ് കൃഷ്ണനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇതരേപത്യവിത്താദ്യാസ്തദ്വല്ലഭതയൈവ ഹി. ഇതരെ ഇതരങ്ങളായ മറ്റുള്ള, അപത്യവിത്താദ്യ അതായത് സന്താനം, ധനം മുതലായിട്ടുള്ള, അപത്യ വിത്ത ആദ്യ, തദ്വല്ലഭതയൈവ ഹി. ഇവിടെ നോക്കൂ, കുറച്ചധികം വാക്കുകളുണ്ട്. ഇതരെ അപത്യവിത്താദ്യ, തദ്വല്ലഭതയാ ഏവ, ഇങ്ങനെ 4 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. തദ്വല്ലഭതയാ എന്ന് പറഞ്ഞാൽ ആ തൻ്റെ തന്നെ ആത്മാവിനോടുള്ള ഇഷ്ടം നിമിത്തം, അതുകൊണ്ട് തന്നെ, ഏവഹി അതുകൊണ്ട് തന്നെ അത് പ്രസിദ്ധമാകുന്നു, അല്ലെങ്കിൽ അങ്ങനെയായി ഭവിക്കുന്നു. കാരണം എല്ലാവർക്കും ഇഷ്ടം അവരവരുടെ തന്നെ ആത്മാവിനെയാണ്, മറ്റെന്തിനേക്കാളും അവരവരുടെ തന്നെ ആത്മാവിനെയാണ്. ഇവിടെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് സാക്ഷാൽ പരമാത്മസ്വരൂപനാണ്. അതുകൊണ്ട് തന്നെ ആ പരമാത്മസ്വരൂപത്തിൻ്റെ അംശാംശങ്ങളായിരിക്കുന്ന ഈ ഓരോ ഭൂതങ്ങൾക്കും തങ്ങളുടെ ജീവാത്മാവിനെയാണ് ഇഷ്ടം കൂടുതൽ എന്ന് പറഞ്ഞാൽ, പരോക്ഷത്തിൽ ആ ജീവാത്മാവ് പരമാത്മാവിൻ്റെ അംശമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ആ പരമാത്മസ്വരൂപിയെ തന്നെയാണ്. സകല പ്രാണികൾക്കും അവരവരുടെ ആത്മാവിൽ തന്നെയാണ് ഏറ്റവും അധികം പ്രേമമെന്ന് ശ്രീശുക മഹർഷി പറയുന്നു. ഈ ആത്മപ്രീതി നിമിത്തമാണ് മറ്റുള്ള ഇതരങ്ങളായിട്ടുള്ള സന്താനം, അതേപോലെ ധനം, ധാന്യം, ഗൃഹം തുടങ്ങിയ വിഷയങ്ങളിൽ സ്നേഹമുണ്ടാകുന്നത്. എന്താ, അവനവൻ്റേതാകുമ്പോൾ അതിനോടുള്ള ഒരു ഇഷ്ടം കൂടുതലായിരിക്കും. ഇങ്ങനെ ഈ ഒരു ആത്മസുഖത്തിൻ്റെ ലാഭത്തെ ആഗ്രഹിച്ചിട്ടാണ് ധനാദികളായിട്ടുള്ള മറ്റു വസ്തുക്കളെയൊക്കെ ഓരോ പ്രാണിയും സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ആത്മസുഖ ലാഭം ഇച്ഛിക്കാതെ തന്നെ
നിരതിശയ പ്രേമമായിട്ട് ആത്മാവിൽ തന്നെയാണ് ഓരോ പ്രാണിയും പ്രേമം ചേർത്ത് വയ്ക്കുന്നത്. അഥവാ അവനവൻ ഏറ്റവും ഇഷ്ടം അവനവനെ തന്നെയാകുന്നത് അവനവനിൽ നിന്നും എന്തെങ്കിലും ഒരു സ്വാർത്ഥ ലാഭ താല്പര്യത്തെ വെച്ചിട്ടല്ല, മറിച്ച് അത് പ്രകൃത്യാ ഉള്ള ഒന്നാണ്. എല്ലാ ഭൂതവും പ്രേമിക്കുന്നത്, എല്ലാ സൃഷ്ടികളും പ്രേമിക്കുന്നത്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവനവൻ്റെ തന്നെ ആത്മാവിനെ ആകാനുള്ള കാരണം അതിൽ ലാഭേച്ഛയുടെ പിന്തുണയില്ലാത്തത് കൊണ്ടാണ്, ലാഭേച്ഛയ്ക്ക് വേണ്ടിയിട്ടല്ലാത്തത് കൊണ്ടാണ്. ബാക്കി ഇതരങ്ങളായിട്ടുള്ള സർവ്വതിനെയും പ്രേമിക്കുന്നത് ലാഭേച്ഛയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ നിഷ്കാമമായിട്ടുള്ള പ്രേമം തൻ്റെ ആത്മാവിനോട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആ ആത്മാവ്, ജീവാത്മാവ് പരമാത്മസ്വരൂപൻ്റെ ഭാഗമാണ്. അഥവാ താൻ നിൽക്കുന്നത്, താൻ ആ ശ്രീകൃഷ്ണൻ്റെ തന്നെ ഭാഗമാണ് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ അവരറിഞ്ഞില്ലെങ്കിലും പരോക്ഷത്തിൽ അവർ അനുഭവിച്ചറിയുന്നത് കൊണ്ടാണ് ഈ ഗോപീ ഗോപന്മാർക്ക് ശ്രീകൃഷ്ണനോട് ഇത്രയേറെ ഇഷ്ടം തോന്നുന്നത്, തങ്ങളുടെ തന്നെ സന്തതികളോട് തോന്നുന്നതിൽ കൂടുതൽ ഇഷ്ടം തോന്നുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഒറ്റവാചകത്തിൽ തന്നെ എല്ലാം ശ്രീ ശുക മഹർഷി പറഞ്ഞു. എന്താ? എല്ലാ ഭൂതങ്ങൾക്കും അവനവൻ്റെ തന്നെ ആത്മാവിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സർവേഷാമപി ഭൂതാനാം നൃപസ്വാത്മൈവ വല്ലഭ ഇതരേപത്യവിത്താദ്യാസ്തദ്വല്ലഭതയൈവ ഹീം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സർവേഷാം അപിയാണ്, മായുടെ ആകാരം ശ്രദ്ധിക്കുക. അതുപോലെ വല്ലഭ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. രണ്ടാമത്തെ പാദത്തിൽ വരുമ്പോൾ ഇതരേപത്യവിത്താദ്യാസ്തദ്വല്ലഭതയൈവ ഹീം, അവിടെ ഹി എന്ന ഒരു വാക്ക് ഒഴിച്ച് ബാക്കി മുഴുവൻ ചേർത്ത് വായിക്കേണ്ടതാണ്. കഴിയുന്നതും പദം പിരിക്കാതെ അവിടെ വായിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് 51-ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.